തൊട്ട് നോക്കിയാ മതി. മാങ്ങ തൊട്ട് നോക്കിയാ ഇതാ. തൊട്ടാ മതി, തൊട്ടാ മതി. ഹെൽപ്പറെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് പുതിയ ഹെൽപ്പറാ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ ബബു? ആ, നീ എന്നെ ഹെൽപ്പ് ചെയ്യാ മോമനെ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉഴുന്ന് വടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ഞാൻ പുതിർത്തിയത് സുബൈക്ക് നിസ്കരിക്കാൻ എണീച്ച സമയത്താണ്, ഒരു 5 മണി സമയത്താണ് ഞാനിത് കുതിർത്തിട്ട് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്തത്. കാരണം ഇത് ഉഴുന്ന് പരിപ്പ് അരക്കുന്ന സമയത്ത് ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് കുറേശ്ശെ ആ കുതിർത്ത് വെച്ച വെള്ളത്തിൽ നിന്ന് തന്നെ കുറേശ്ശെ 2-3 സ്പൂൺ ഒഴിച്ചിട്ട് നല്ല കട്ടിയിലാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിൻ്റെ കഷ്ണങ്ങൾ ഇതിൽ നമ്മൾ ഉഴുന്നുവടയിൽ നുറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉഴുന്നുവട കഴിക്കുന്ന സമയത്ത് അതൊരു കടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊരു എന്തോ പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതിലിട്ടിട്ടാണ് അരച്ചിട്ടുള്ളത്. ഇത്രയും ടൈറ്റായിട്ടാണ് ഞാൻ മാവ് അരച്ചിട്ടുള്ളത്. 2 ബാച്ചായിട്ട് ഞാൻ അരച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വിസ്ക് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റോളം ഞാൻ നല്ലോണം ഇതിനെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പാണ് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നുറുക്കി എടുത്തിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, ഉള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിൽ നമ്മളൊരു സീക്രട്ടും കൂടി ചേർക്കുന്നു. സാധാരണ നമ്മൾ കായം ചേർക്കുന്നതല്ല കാണൽ. അപ്പോൾ ഞാനിതിൽ സാമ്പാർ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഒരു 1/4 സ്പൂണിൻ്റെ അടുത്ത് സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് കൂടുതൽ സമയം ഇത് മിക്സ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ കൈൻ്റെ ചൂട് ഈ ഉഴുന്ന് മാവിൽ തട്ടുന്നതിനനുസരിച്ചിട്ട് മാവ് ലൂസായിപ്പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞതിന് ശേഷം കയ്യിൽ കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷമാണ് ഇതേപോലെ ഉഴുന്ന് വട പരത്തിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞതിന് ശേഷം വേണം ഇതിങ്ങനെ പരത്തി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇടുന്ന സമയത്ത് തീ കുറച്ച് വെക്കുകയും ചെയ്യണം. എന്നാലാണ് ഇതിൻ്റെ ഉൾഭാഗം നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ ഇതേപോലെ നല്ല ഗോൾഡൻ നിറായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മറിച്ചിട്ട് പിന്നെയും ഒരു പ്രാവശ്യം കൂടി മറിച്ചിട്ടതിന് ശേഷമാണ് ഞാനിത് എണ്ണയിൽ നിന്ന് കോരുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല അടിപൊളി ഉഴുന്ന് വടയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഉഴുന്ന് വടയിൽ കുരുമുളകും കൂടി ഒന്ന് ചതുക്കിയിട്ട് ഇട്ട് കൊടുക്കും. പക്ഷേ അതും ഈ കഴിക്കുന്ന സമയത്ത് ഇടയിൽ കടിക്കുമ്പോൾ ഒരു എന്തോ പോലെ തോന്നുന്നുകൊണ്ട് തന്നെ ഞാൻ ആ കുരുമുളകും ഇട്ടിട്ടില്ല. ആ സാമ്പാർ പൊടി ഇട്ടിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് ചട്നിയും കൂട്ടിയിട്ടാണ് കഴിച്ചത്. തൊട്ട് നോക്കിയാൽ മതി. മാങ്ങ തൊട്ട് നോക്കിയാ ഇതാ. തൊട്ടാ മതി. നമുക്ക് പഴുത്തിട്ട് പറിക്കേ. തൊട്ടില്ലേ ഇതാ കണ്ണിൽ ചെനയിട്ടു. അതിന് വിട്ടേ പറിച്ച് അതാ മേത്തിറ്റാ. നോക്കട്ടെ എന്റെ മാങ്ങ പറിച്ച്. നോക്കട്ടെ മാങ്ങന്റെ വലിപ്പം നോക്കട്ടെ എത്ര എണ്ണം ഉണ്ട്. അത് അവിടെ തൊടണ്ട, മൂക്കിനൊന്നും തൊട്ടില്ല. ഇന്ന കടി പണ്ടണ്ട. ആരാ മാങ്ങ പറിച്ചേ? ആരോട് ചോദിച്ചിട്ടാ പറിച്ചേ? എല്ലാം നീയാ? എൻ്റെ മാങ്ങല്ലേ? ഉമ്മമ്മൻ്റെ മാങ്ങല്ലേ? തിരിച്ചിട്ട പറിച്ചതാ. ഇനിയിപ്പോ അതെന്താ ചെയ്യാ? പൊളിക്കാ. എന്നിട്ട് പൊരിക്കാനാ? മാങ്ങ പൊരിക്കാനാ? പൊളിക്കൂ? നീ തിന്നോ? എന്നാ ബാ നമുക്ക് പൊളിച്ച് തിന്നാലോ. അപ്പൊ ഇന്നൊരു പൂതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ പണ്ട് കുറെ കഴിച്ചതാണ്, ഇപ്പൊ കുറെ ആയിട്ട് കഴിക്കാത്തെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഉണ്ടാക്കാൻ മെനക്കെടില്ല. എന്താന്ന് വെച്ചാല് കാര്യമായ എന്തോ സാധനം എന്ന് വിചാരിക്കും. ഒന്നുമല്ല, നമ്മൾ കരികാച്ചൂലേ, അപ്പൊ അത് കുടിക്കാൻ വേണ്ടിയിട്ട് പൂതി വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി. എന്താന്ന് വെച്ചാല് കുടിക്കാൻ വേണ്ടിയിട്ട് പൂതി വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി. നമ്മൾ രാവിലെ നടന്നിട്ട് വരുന്നേരോ വണ്ടിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു വണ്ടിപ്പടിയുടെ മുകളിൽ എഴുതി വെച്ചതാ ചൂട് കരിക്കഞ്ഞി കിട്ടും. അത് കണ്ടേരം മുതൽ ഞാനിങ്ങനെ വിചാരിക്കും ഇത് ഒന്ന് കുടിക്കണം ആക്കിയിട്ട് കുടിക്കണം. ആ സമയത്ത് പീടിക ഉണ്ടാവില്ല. അന്നേരം പിന്നെ
വാങ്ങാൻ കഴിയില്ലല്ലോ. എന്തായാലും ഉണ്ടാക്കിയിട്ട് കുടിക്കാന്ന് ചോദിച്ചു. ഇപ്പോൾ 2-3 ദിവസമായി ഇങ്ങനെ തങ്ങി തങ്ങി കളിക്കുന്നു. അപ്പോൾ നമ്മൾ നെയ്യിൻ്റെ വണ്ണം കണ്ടിട്ട് ആരും അത്ഭുതപ്പെടണ്ട. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്തായാലും ഇറങ്ങി. ഞാൻ സാധനം എടുത്ത് വെച്ച് നോക്കുമ്പോൾ നെയ്യില്ല. അപ്പോൾ ഇവിടെ അടുത്തുള്ള പീടിയെ പോയി ചിഞ്ചു വാങ്ങിയത്. ഈ ഒരു പാക്കറ്റേ ഉള്ളാടുള്ളൂ. അപ്പോൾ നെയ്യില്ലാണ്ട് ഇതിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അതുകൊണ്ട് ചെറുതെങ്കിലും ചെറുത് നെയ്യൊഴിക്കാം. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് തരി കാച്ചുന്നതെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇത് രണ്ടും ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിഞ്ഞതാണെന്നൊരു കൺഫ്യൂഷൻ. ആദ്യം ചെറിയ ഉള്ളി ഇടണോ അല്ല ആദ്യം ഇതിടണോ? പിന്നെ എന്തായാലും വിചാരിച്ച് ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റാം. കാരണം കുറേ ആയി ഇത് ഉണ്ടാക്കിയിട്ട്. ആദ്യം നോമ്പിന് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതേനു. ഇപ്പം നോമ്പിന് എല്ലാവർക്കും ജ്യൂസ് മതി എന്നുള്ളതുകൊണ്ട് ഇതുണ്ടാക്കലില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞുള്ളി ഇട്ടു. അപ്പോൾ ഉള്ളി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അത് കുഞ്ഞുള്ളി തന്നെ ഇടണം. ഇത് ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ഇങ്ങനെ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴാണ് പാലയച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ എടുക്കാനുള്ള മടി കൊണ്ട് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പാക്കറ്റ് പാലാണ് വയ്ക്കുന്നത്. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല മധുരം ഉണ്ടെങ്കിലേ തരി കാച്ചിയത് ടേസ്റ്റ്. നമുക്കാണെങ്കിൽ മധുരം നല്ലോണം വേണം. അപ്പം മധുരം ഇട്ടിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും റെഡിയായി. ഇതിന് വേണ്ടിയിട്ട് ഇത്ര ദിവസം വെയിറ്റ് ചെയ്ത് ഇതുണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത്രേ പണിയുള്ളൂ. കുറച്ച് നല്ലോണം ആറിയിട്ട് കുടിക്കണം ഇത്. ഇപ്പോൾ തരിക്കഞ്ഞി, ചൂട് തരിക്കഞ്ഞി എന്ന് പറഞ്ഞിട്ട് കൊതി പിടിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. കുറേ ദിവസം കൂടിയിട്ട് ഉണ്ടാക്കിയോണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും തരിക്കഞ്ഞി ഇഷ്ടമുള്ളവരാരാണ്. തരിക്കഞ്ഞി എന്ന് നമ്മൾ പറയില്ല, തരി കാച്ചിയെന്നാണ് പറയുക. പക്ഷെ അവിടെ എഴുതി വെച്ചത് തരിക്കഞ്ഞി എന്നാണ്. അപ്പോൾ തരിക്കഞ്ഞി ആയാലും തരി കാച്ചിയതായാലും ഇഷ്ടപ്പെടുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ തന്നെയാണ് കാച്ചുന്നത്, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്, അല്ല വേറെ ഏതെങ്കിലും തരത്തിലാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. രാവിലെ ദബു മാവൊന്ന് മാങ്ങ പറിച്ചിനല്ലോ. അപ്പോൾ ഇവിടെ ആരും പച്ചമാങ്ങ അങ്ങനെ കഴിക്കലില്ല. ഒരു ചെറിയൊരു കഷ്ണം കഴിക്കുന്നതെന്നല്ലാണ്ട് പച്ചമാങ്ങയൊന്നും അങ്ങനെ ഒരു പുളിയുള്ള സാധനം കഴിക്കുന്ന അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ ആ മാങ്ങ ഒരു കഷ്ണമൊക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് പിന്നെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മീൻ കറിയിൽ മാങ്ങ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് അതിന് പറ്റിയിട്ടുള്ള ഒരു മീൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ചരു എന്നാണ് നമ്മളെ നാട്ടിൽ ഇതിന് പറയാൻ. പിന്നെ അടവ്, മണങ്ങ്, പിന്നെ ചെറിയ മുള്ള, മാന്ത, അതിൻ്റെ കൂടെ ചെമ്മീനും എല്ലാം ഉണ്ടാകലുണ്ട്. ഇതിൻ്റെ കൂടെ ചെമ്മീനും മാന്തയൊന്നും ഇല്ല. അപ്പോൾ എല്ലാം മിക്സായിട്ടുള്ള ചെറിയ ചെറിയ മീനാണ്. അപ്പോൾ അത് ഇങ്ങനെ മാങ്ങ ഇട്ടിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, തേങ്ങ അരച്ചിട്ട്. അപ്പോൾ ആ മാങ്ങ അതിലേക്ക് ഇട്ടിട്ട് മീൻ ചാറ് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പുറം മുളക് കറി വെക്കാം, മീനിൻ്റെ തന്നെ മുളക് കറി വെക്കുന്നുണ്ടേനു. അപ്പം അതിന് വേണ്ടി വറുത്തിട്ട സമയത്ത് ഉഴുന്നല്ല ഉലുവയും കടുവും കൂട്ടിയിട്ട് അത് വറുത്തിട്ട് കറി ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നെ മുളക് കറി വെക്കുന്നത്. അപ്പം പിന്നെ ആ അടുപ്പിൽ തന്നെ മീനും കൂടി പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കളയിലെ ഉച്ചക്കേക്കുള്ള പണി പെട്ടെന്ന് കഴിയും. എന്നിട്ട് വേണം എനിക്ക് ലാസ്റ്റ് മൈലാഞ്ചിൻ്റെ പണി പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ ചടപടേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ കുക്കിങ്ങിൻ്റെ പണി കഴിയണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 അടുപ്പിലും ആക്കിയിട്ട് പെട്ടെന്ന് ഈ ഒരു പണി ഇങ്ങനെ തീർത്തുകൊണ്ടേയിരിക്കുന്നത്. കാരണം നമ്മൾ കുക്കിങ്ങിൻ്റെ പണിയും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ബിസിനസ്സിൻ്റെ പണിയും എല്ലാം ഒരേപോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് സക്സസ് ആയിട്ട് പോകും. അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം പിന്നെ ഗൃഹറെല്ലാം കേൾക്കേണ്ടി വരും. കൃത്യസമയത്ത് ഫുഡൊന്നും പിന്നെ ഇവിടെ ഉള്ളാക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ കൂടെ ഇതും ഭംഗിയിൽ നടക്കണമെങ്കിൽ ഇങ്ങനെ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഓരോരോ പണി തീർക്കലാണ് സാധാരണ. മേത്ത് തതിക്കുക, മേത്ത് തതിച്ചിട്ട് കറിയാം. മമ്മ വന്നാൽ കറമ്പോ. എനിക്കൊരു ഹെൽപ്പറെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് പുതിയ ഹെൽപ്പറാണ്. ഇന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ ബബു? നീ എന്നെ ഹെൽപ്പ് ചെയ്യാം ഉമ്മനെ? ഉണ്ടാ ഇതാ ഉമ്മ ആക്കിത്തരാം. ആദ്യം ഉമ്മ ആക്കിത്തരാം. ഇത് വിടൂലാന്ന് തോന്നുന്നു. അപ്പം എന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണം. ചൂടാണെങ്കിൽ പറയണ്ട. ഇതിങ്ങനെ അയ്യോ പറയട്ടെ. അപ്പോൾ ആരെല്ലോ ചോദിച്ചിരുന്നു എന്നോട്, ഇതെല്ലാം ഇങ്ങനെ വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിലിട്ടിട്ട് എനിക്ക് കണ്ണുള്ളൂ. അപ്പോൾ കണ്ണ് കൊണ്ടിനോന്ന് അറിയില്ല. എന്താ ക്ഷീണം എന്ന് പറയുന്നത് കണ്ണ് കൊണ്ടിട്ടായിരിക്കില്ല. ഭയങ്കര ചൂടുണ്ട്. അതിൻ്റെ പരം തീൻ്റെ ചൂടും പണിൻ്റെ ചൂടും എല്ലാം കൂടി ആയാലും തീരെ കഴിയുന്നില്ല. ആകെ ടയർഡായിട്ടാണെന്നുള്ളത്. അതിൻ്റെ ഒപ്പം ഇവിടെ മമ്മ ഇല്ല ഇവിടെ. അപ്പോൾ ഓളെയും കൂടി നോക്കണം. ഓളാണെങ്കിൽ വിടുന്നില്ല ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അയ്യേ ഞാൻ കൈ കൊണ്ടിരിക്കല. കൈക്ക് ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല, മറന്നുപോയി. ഗ്ലൗസ് ഞാൻ ഇട്ടോളൂ. നീ ഇത് ഇങ്ങോട്ടാക്ക്. ഉമ്മ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. ഉമ്മ മിക്സ് ചെയ്യട്ടെ. നീ മിക്സ് ചെയ്യണ്ട. നല്ല മോളല്ലേ? അയ്യോ ഇത് വിടൂലെന്ന് തോന്നുന്നു. ഇതെന്താ ചെയ്യാ? ഇതിപ്പോൾ എനിക്ക് പൈപ്പിംഗ് ബാഗിലാക്കണ്ടേ? നമുക്ക് നമ്മളെ കസ്റ്റമർക്ക് കൊടുക്കണ്ടേ ബബു? മെല്ലെ അങ്ങോട്ടാക്കല്ല. അപ്പോൾ ഇനി ഏതായാലും ഇവിടെ വീഡിയോ എടുക്കാനും എന്നെ പണിയെടുക്കാനൊന്നും വിടൂല. അപ്പോൾ ഇത്രയെല്ലാം ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു. ബായ് വേണം. ഓൾ പണിയെടുക്കട്ടെ. മതി.